നാട്ടിലിപ്പോൾ തേങ്ങയ്ക്ക് പൊന്നും വിലയാണെന്ന് കേട്ടു. തേങ്ങയ്ക്ക് പൊന്നും വിലയായപ്പോൾ വീട്ടമ്മമാർ തേങ്ങ മാറ്റി മാങ്ങയാക്കി. മാങ്ങ കൊണ്ടുള്ള ചട്നിയാണ് ഇപ്പോൾ എല്ലാ വീട്ടിലെയും വൈറൽ താരം. യൂട്യൂബ് തുറന്നാൽ മാങ്ങാ ചട്നിയുടെ വീഡിയോസ് മാത്രമേ കാണാനുള്ളൂ. എന്നാൽ പിന്നെ ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം സൂപ്പർ തന്നെയാണ്. ഇനിയും ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ചൂടായ പാനിലേക്കൊരല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതൊന്നുമല്ല, അത് മതിയെന്ന് വിചാരിച്ചു. പിന്നൊരു മാങ്ങ, അത്യാവശ്യം വലിയ മാങ്ങയായതുകൊണ്ട് പകുതി മാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയുമാണ്. അതുകൊണ്ട് തന്നെ ഒരു തക്കാളി രണ്ടായി മുറിച്ച് ചേർത്തു. മാങ്ങയ്ക്ക് പുളി കുറവാണെങ്കിൽ 2 തക്കാളി വരെ ചേർക്കാം. 3 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ വെളുത്തുള്ളിയാണ്. ചെറുതാണെങ്കിൽ ഒരു 6 എണ്ണം ചേർക്കാം. എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനാണ്. കാണാൻ തന്നെ എന്തൊരു ചേലാണല്ലേ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ ചേലൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇടയ്ക്ക് ഞാൻ ഈ അടപ്പൊന്ന് തുറന്നിട്ട് എൻ്റേതായ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തു. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. വീണ്ടും അടച്ച് വെച്ച് വേവിച്ചു. ഇപ്പോൾ ചേലൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊലി ഉരിഞ്ഞാൽ മതിയാകും. നമുക്ക് തൊലി ആവശ്യമില്ല. ഞാനിപ്പോൾ ചൂടോടുകൂടി തന്നെ ഇതിൻ്റെ തൊലി ഇളക്കി മാറ്റുകയാണ്. സിമ്പിളാണ്. നന്നായി വെന്ത് കഴിഞ്ഞാൽ തക്കാളിയുടെ തൊലി ഇളക്കി മാറ്റാം. അതുപോലെ നമുക്ക് മാങ്ങയുടെ തൊലി മാറ്റാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ നന്നായി തണുത്തതിന് ശേഷം നമുക്കതിൻ്റെ മാംസം മാത്രം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കിയെടുക്കാം. മാങ്ങ വെന്തോന്നറിയാനായിട്ട് ഇതൊന്ന് തിരിച്ച് ഇട്ടാൽ മാത്രം മതി. നന്നായി വെന്തിട്ടുണ്ട്. നന്നായി തണുക്കട്ടെ. അപ്പം മാങ്ങയൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്ക് തൊലി മാറ്റിയ തക്കാളിയും ബാക്കി എല്ലാ ഐറ്റംസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ മാങ്ങ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ മാംസം മാത്രം ഇളക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചട്നിയും കൂടിയാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ തയ്യാറാക്കിയാലും കുഴപ്പമില്ല. ചപ്പാത്തിക്ക് ഇതൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലിപ്പൊടി 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവുള്ളതാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. പാകത്തിനുള്ള ഉപ്പ്, ഒരു ചെറിയ കൈപ്പിടി അളവിൽ മല്ലിയില, ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ കൂടെ കൂട്ടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.